അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് സർ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അരിച്ചു പറക്കി തപ്പുന്നുണ്ട്. ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. യെസ് സർ. സർ ഓക്കെ സർ. നാശം എവിടെ കൊണ്ട് വെച്ചിരിക്കാം? ഇവിടെ വെച്ചിരുന്ന ഫയൽ എന്തിയെ? ഏത് ഫയൽ? ഇനിയിപ്പോ ഏത് ഫയലാന്ന് പറഞ്ഞാൽ തമ്പരാട്ടി നോക്കൂ. ആവശ്യമുള്ള ഒരു സാധനം നേരത്തും കാലത്തും കിട്ടില്ല. അതെങ്ങനെ തന്തയുടെ സ്വഭാവം കാണിക്കായിരിക്കും. എന്താടോ? എന്ത്? എപ്പോ? ഓക്കെ, ഞാൻ ഉടനെ എത്താം. ബോഡി എവിടെയാ? മുകളിലാണ്. ഇതിന് സാർ. ബോഡി ആദ്യം കണ്ടതാരാണ്? ജഡ്ജിയുടെ മകളാണ് സാർ. ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ കസ്റ്റഡിയിൽ എടുത്താൽ സാർ. സാർ, രാത്രി 3 പേർ ഓടിപ്പോന്ന് കണ്ടുവന്ന് ജഡ്ജിയുടെ മകൻ മൊഴി തന്നിട്ടുണ്ട്. IG വരുന്നുണ്ട്. തൽക്കാലം റൂം സീൽ ചെയ്തേരെ. ആരെ അകത്തേക്ക് കടത്തിവിടണ്ട, പ്രത്യേകിച്ച് ചാനലുകാരെ. സാർ. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് ജീപ്പും റിവോൾവറും ജഡ്ജസ് അവന്യൂവിലെ സ്കൈലൈൻ ഫ്ലാറ്റിനടുത്ത് കിടക്കുന്നതായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഫോഴ്സിനെ അയച്ചോ? ഓ സർ. ആറ്റിനാട് ഗോൾഡ്, തിരുവനന്തപുരം. കഴിഞ്ഞ വർഷത്തെ NG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ കൃഷ്ണകുമാറിന്റെ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരുന്ന ജസ്റ്റിസ് രാഘവ് മേനോൻ പുലർച്ചെ സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതിനിടയിൽ ഈ കേസിലെ പ്രതികളായ സണ്ണി കുര്യൻ, വിനോദ് കുമാർ, രാജീവ് വാര്യർ എന്നിവർ ഇന്ന് പുലർച്ചെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് രാഘവ് മേനോന്റെ കൊലപാതകത്തിന് പിന്നിലും രക്ഷപ്പെട്ട ഈ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട SI ജയപാലിനെയും 3 കോൺസ്റ്റബിൾമാരെയും അന്വേഷണ വിധേയമായി. സ്റ്റുഡൻസ് കൊള്ളാലോ. എന്ത് നല്ല കുട്ടികളായിരുന്നു. എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു. ഇന്ന് വരെ അവരെ കുറിച്ച് കോളേജിൽ നിന്നോ പുറത്തുനിന്നോ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത്രയും നല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിന് പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. പാവം കുട്ടികള്. ശരി സർ.
കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞാണല്ലോ കിടക്കുന്നത്. നേതാക്കന്മാരും നിയമപാലകന്മാരും ഒക്കെ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? മുഖ്യമന്ത്രി ആയ അന്ന് തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. ഒരു സ്വസ്ഥത ആരും തരയില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ പിള്ളേരെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? പിള്ളേരെ കിട്ടിയാലും ഈ കേസിനൊരു തുമ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 2 കൊലക്കേസിലും പ്രഥമ ദൃഷ്ടി അവർക്ക് ബന്ധമുണ്ടെങ്കിലും കൃഷ്ണകുമാർ വധക്കേസിന്റെ വിധിയിൽ ജഡ്ജി ഇവരെ വെറുതെ വിട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ വെറുതെ ഒരു അറസ്റ്റ്, അത്രയാ പിള്ളേരെ കിട്ടിയാലും നടക്കൂ സാർ. കൊല ചെയ്യപ്പെട്ടു രണ്ടുപേരും VIP-കളായതാണ് പ്രശ്നം. സാർ, പ്രതിപക്ഷത്തിന് ഇനി ഒരു അവസരം കൂടി കൊടുക്കരുത്. എത്രയും വേഗം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം സാർ. അല്ലെങ്കിൽ നാളെ മുതൽ CBI എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും. 2 തേങ്ങ കെട്ടാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സാർ. നിയമസഭയിൽ എനിക്ക് അതെങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ. ശരി സാർ. എവിടെ സൈലൻസ്? സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ട് ലൈസൻസ് സുന്ദരനെസ്സയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ? എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതെയാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞു വിടേ. ഞാൻ കൈ കൊണ്ട് വിടൂല. മേല ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തോല. സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്തും ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്കില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസറിയാ കയറും. സുന്ദരനെസ്സയോടാ കളി. നീ ഏതെല്ലാം വണ്ടി എടുത്തോണ്ട് പോ. ഇതെന്തോ സാധനം? സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തിനാ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്ന് വരെ ഈ സുന്ദരനെസ്സയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ലേട്ടാ. എന്റെ പേര് സുന്ദരനാ സാർ. ആണാ? ബുക്കും പേപ്പറോട് എൻസൈക്ലോപീഡിയ മതിയോ സാർ? മാരിച്ചിന്റെ കവാലെ കുറിച്ച് പൊടിച്ചളെ. എനിക്ക് എന്തിനാണ് നിന്റെ സൈക്കിൾ പടി? ലൈസൻസ് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ ആ വണ്ടിയൊക്കെ സൈഡാക്ക്. തള്ളയിതെന്തിന്? ആറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർത്താനങ്ങൾ കേട്ടിട്ട് ശ്രീപപ്പനാവന്റെ മണ്ണാണെന്നുള്ളത് തന്നെ. ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തിയും തലയിൽ നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടി. ഇത് എവിടുന്ന് പഠിക്കണത്? ഇറങ്ങി വാ ചെല്ലി. എന്റെ ലൈസൻസ് പുല്ലൊന്നും ഇല്ല. പിന്നെന്താ ഇറങ്ങി വരാറ് വാട്ടം? ബുക്കും പേപ്പറൊക്കെ ശരി തന്നെ? എല്ലാം കറക്റ്റാണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. പേജ് ഉണ്ട് സാർ. ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ ശരി, ഇത് ഒഴിവാക്കാവുന്ന വയ്ക്കാം. വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ സാർ വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡും ഇല്ല, കാലിയാ. ലോഡില്ല, കാലിയാ. ലോറി എന്തിന്? ലോഡ് കയറ്റുള്ളത്. നീ കേറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്? അതിനാണ് പെറ്റി. നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോടെ. അപ്പൊ എഴുതിക്കളെ. സാർ ഞാൻ കൈ കൊണ്ട് വിടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. ഇതെന്ത്?